റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഒരു സുന്നത്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ പിൻപറ്റാൻ കഴിയണം. അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. ഞാനിപ്പോൾ അത്ഭുതപ്പെട്ടു. ഇപ്പം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പള്ളിയിൽ കുറച്ച് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിയായി കഴിഞ്ഞപ്പോൾ സുബ്ഹാന റബ്ബി കുറച്ച് പോലീസുകാർ വന്നു, ബൂട്ടിട്ട് എന്ത് ചെയ്തു, പള്ളിക്കകത്ത് കയറി. ആളുകൾ അപ്പോഴും പരാതി പറയണത് ആരെയാ? പോലീസുകാരെയാ. നമ്മൾ മനസ്സിലാക്കണം, പോലീസുകാരവിടെ റാത്തീബിന് വന്നവരല്ല. പോലീസുകാർ ആ പള്ളിക്കകത്ത് വന്നത് മൗലിദ് ഓതാൻ വന്നവരല്ല. പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ പരിശുദ്ധമായ പള്ളിയുടെ അകത്ത് സുബ്ഹാന റബ്ബി കുറച്ച് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിവെച്ചു. ആ ഇടിവെച്ചപ്പോൾ ആരോ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാ. പോലീസുകാരങ്ങനെ ആ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് ചെരുപ്പൂരിയിട്ട് ഉളു എടുത്തിട്ട് പള്ളി കയറാൻ നിന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം ഇങ്ങനെ നടന്നേനെ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഇതൊക്കെ എവിടെയാണ് നടക്കണേ? പരിശുദ്ധമായ പള്ളിയിൽ. അള്ളാഹുവേ ഞങ്ങൾ നീ കാത്തിരിശിക്കണേ റഹ്മാനെ, ഈമാനെ സലാമത്തിലാക്കണേ റഹ്മാനെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ഉസ്താദ് വന്നിട്ട് ഒരു ഉസ്താദിനോട് ഒരു ശിഷ്യൻ പറയും, ഉസ്താദേ നിങ്ങളുടെ ശിഷ്യന്മാരില് എല്ലാവരും റസൂലുള്ളാഹിനെ കിനാവില് കണ്ടവരാ, ഞാൻ മാത്രം റസൂലുള്ളാഹിനെ കിനാവില് കണ്ടിട്ടില്ല. അതിനുള്ള കാരണം എന്താ? എനിക്ക് നബി തങ്ങളെന്ന് കിനാവില് കാണണം. അപ്പൊ നാസർ ഉസ്താദ് നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബാണ്. ഉസ്താദിനോട് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയും, ഉസ്താദേ എനിക്ക് റസൂലുള്ളാഹിനെ കിനാവില് കാണണം, അതിനുള്ള ആഗ്രഹം എന്താ എന്ന് പറഞ്ഞതുപോലെ ഒരു ഉസ്താദിനോട് ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ എനിക്ക് റസൂലുള്ളാഹിനെ കിനാവില് കാണണം, എന്താണ് ആഗ്രഹം ഉസ്താദേ? ഉസ്താദ് പറഞ്ഞു, മോനെ നീ രാത്രി എൻ്റെ വീട്ടിൽ വരിക, അവിടെ നിന്ന് തരുന്ന ഭക്ഷണം കഴിക്കുക, അവിടെ കിടന്നുറങ്ങുക, നിനക്കാരെ കിനാവില് കാണാൻ കഴിയും? നബിഗന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിഷ്യന് വലിയ അത്ഭുതമായി. അൽഹംദുലില്ലാ, ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് തന്നെ ജോർ ഭക്ഷണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറയണത്, ഉസ്താദ് പറയാ, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വന്നാൽ നിനക്ക് ഭക്ഷണം തരാം. ആ ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നുറങ്ങിയാൽ ആരെ കിനാവില് കാണാൻ കഴിയും? റസൂലുള്ളാഹിനെ കിനാവില് കാണാൻ കഴിയും. ആ പ്രിയപ്പെട്ട ശിഷ്യൻ, എൻ്റെ പ്രിയമുള്ളവരെ, ഉസ്താദിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, ശിഷ്യൻ എൻ്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. ഉസ്താദിന്റെ ചാരത്തിങ്ങനെ കടന്നു ചെല്ലുമ്പോ ഉസ്താദ് ഇങ്ങനെ സ്വീകരിക്കുകയാ. പടച്ചവനെ, ഉസ്താദിന്റെ ചാരത്ത് ചെല്ലുകയാ. രാത്രിയായിട്ടും ഭക്ഷണമില്ല, രാത്രിയായിട്ടും ഭക്ഷണമില്ല, രാത്രിയായിട്ടും കഴിക്കാൻ ഭക്ഷണമില്ല. എന്നാൽ പടച്ചവനെ, നേരമിങ്ങനെ വൈകുമ്പോ ഉസ്താദിന്റെ പ്രിയമുള്ളവരെ ഭക്ഷണം കൊണ്ടുവരികയാ. ഉസ്താദുണ്ടല്ലോ, പടച്ചവനെ ഭക്ഷണം കൊണ്ടുവരികയാ. ഉസ്താദ് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയാ. പ്രിയപ്പെട്ട ശിഷ്യനതാ ഭക്ഷണമുണ്ടല്ലോ കഴിക്കുകയാ. ഭക്ഷണം എൻ്റെ പ്രിയമുള്ളവരെ കഴിക്കുമ്പോ പടച്ചവനെ, ശിഷ്യനുണ്ടല്ലോ, ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണമുണ്ടല്ലോ, ബിസ്മി ചൊല്ലി എൻ്റെ പ്രിയമുള്ളവരെ വല്ലാതെ കഴിക്കുകയാ. കഴിക്കുമ്പോ ശിഷ്യന് മനസ്സിലാകുകയാ, ഭക്ഷണമുണ്ടല്ലോ വായിൽ വെൽക്കാൻ കഴിയില്ല. അല്ലാ, ഉസ്താദ് ഭക്ഷണം കൊടുത്തു, ബിസ്മിയൊക്കെ ചൊല്ലി ഭക്ഷണം വായിൽ വെച്ചു. വായിൽ വെച്ചപ്പോ ശിഷ്യന് മനസ്സിലായി, ഒരു കാശിനോടില്ല ഉസ്താദിന്റെ വീട്ടിലെ ഭക്ഷണം. ഉസ്താദിന്റെ വീട്ടിൽ ചില ഉമ്മമാരൊക്കെ ഉണ്ടാവും, അരിപ്പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടി ആദ്യം ഇതൊക്കെ ഭയങ്കര കാച്ചില. ഭക്ഷണം അങ്ങോട്ട് റെഡിയായി കഴിയുമ്പോൾ സുബ്ഹാന റബ്ബി കഞ്ഞിയുടെ രുചിയിലും ഉണ്ടാവില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുത്തു. ഈ പ്രിയപ്പെട്ട ശിഷ്യൻ ഭക്ഷണം ബിസ്മിയൊക്കെ ചൊല്ലി കഴിക്കുമ്പോൾ ശിഷ്യന് മനസ്സിലായി, ഉസ്താദിന്റെ വീട്ടിലെ ഭക്ഷണം ഉസ്താദ് ഖലാസ് കൊള്ളില്ല. പക്ഷെ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാ പറയാ ഭക്ഷണം കൊള്ളില്ല എന്ന്? ഉസ്താദിന്റെ മുഖത്ത് നോക്കി എങ്ങനെയാ പറയാ? നാസർ ഉസ്താദ് ഇവിടെ എത്ര ഉസ്താദ്? 2 കൊല്ലം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഞാനൊന്നും ഒരു പള്ളിയിൽ 1 കൊല്ലം പോലും തേച്ചിട്ടില്ല. അപ്പം തന്നെ നമുക്ക് റിട്ടയർമെന്റ് പള്ളി കമ്മിറ്റിക്കാരുടെ ചെയ്യുന്നത്. അപ്പോൾ ഉസ്താദിന്റെ വീട്ടിൽ, ഞാൻ ഉസ്താദിനെ പറയണ വേറൊന്നും കൊണ്ടല്ല, ഉസ്താദ് അമ്മനെ തിരിച്ചു പറയില്ല, നമ്മൾ കൂട്ടുകാരായതുണ്ട്. അപ്പോൾ ഉസ്താദിന്റെ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും, നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ഒരു ചെറുപ്പക്കാരൻ സവാദ് ഡേറ്റ് എടുത്തപ്പോൾ തൊട്ട് സമാധാനം തരാത്തവൻ സവാദിനെ അൽഹംദുലില്ലാ നാസർ ഉസ്താദ് പറയാടാ, നീ എൻ്റെ വീട്ടിൽ വരണം ഭക്ഷണം കഴിക്കാൻ. ഉസ്താദിന്റെ വീട്ടിൽ സവാദ് വയറൊക്കെ കാലിയാക്കി ചെന്നു. ഇന്ന് ഭക്ഷണം കിട്ടും അൽഹംദുലില്ലാ. നാസർ ഉസ്താദിന്റെ ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അറിയാതെ ഇത്തിരി ഉപ്പ് കൂടിപ്പോയി, അല്ല ഉപ്പ് കുറഞ്ഞുപോയി.
നാസർ ഉസ്താദ് കൊണ്ട് ഭക്ഷണം കൊണ്ട് കൊടുത്തു. സവാദ് വിസ്മയൊക്കെ ചൊല്ലി ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ വേണ്ടി വായി വെച്ചു. അപ്പോഴാണ് മനസ്സിലാണ് ഭക്ഷണത്തിൽ ഉപ്പ് കുറവോ കൂടുതൽ എന്തെങ്കിലും പ്രയാസം. ഇവൻ നേരെ ഉസ്താദിനെ നോക്കിയിട്ട് പറയാ, അടുത്ത മാസം 1000 രൂപ ഉസ്താദ് ശമ്പളത്തിൽ നിന്ന് കുറക്കും കേട്ടോ. അല്ലെങ്കിൽ ഭക്ഷണം ഉപ്പില്ലാത്തതുകൊണ്ടല്ലേ, ഉപ്പ് കൂടിയതുണ്ട്, ഉസ്താദിന് 2 മാസത്തേക്ക് ലീവ് എടുക്കാൻ പാടില്ല എന്ന് ഉസ്താദിനെ നോക്കിയവൻ പറയുമോ? പറയില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശിഷ്യന്മാരാരെങ്കിലും വിളിച്ചാൽ, അല്ല എൻ്റെ കൂടെ നടക്കണ ഏതെങ്കിലും പയ്യനെ ഭക്ഷണം അവന്മാരെ വിളിച്ചാൽ അവന്മാരെ ചവിട്ടിക്കൂട്ടും, ഭക്ഷണത്തിന് രുചിയില്ലേ. ഞാൻ നിങ്ങളോട് പറയണത് അപ്പം ഇങ്ങനൊരവസ്ഥയാണ്. ഉസ്താദ് കൊണ്ട് ഭക്ഷണം കൊടുത്തു, ശിഷ്യൻ ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിന് ഭയങ്കര ഉപ്പ്. ഉസ്താദ് കൊടുത്ത ഭക്ഷണമല്ലേ, കഴിച്ചില്ലെങ്കിലും മോശമല്ലേ? ഉസ്താദ് കൊടുത്ത ഭക്ഷണമല്ലേ, കഴിച്ചില്ലെങ്കിലും മോശമല്ലേ? ഇവിടെ ഇരിക്കുന്ന ചില വാപ്പന്മാർക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവും. ഭാര്യ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ചെറിയ മുടിയെങ്ങാനും കിട്ടിയാൽ റഹ്മാനായ റബ്ബേ, അന്നവിടെ കുത്തുബിയത്തും മക്കാമുറൂസും സലാത്ത് മജ്ലിസും ഒക്കെ നടക്കും. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. വേറെ ഒരു സമയത്തും ഭാര്യയെ കണ്ടവന് കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു തുള്ളി മുടിയെങ്ങാനും കിട്ടിയാൽ പ്ലേറ്റ് പറക്കും, ചോറ് പറക്കും, സാമ്പാർ കൊച്ചിൻ്റെ തലയിൽ, മീൻ വറുത്തത് അപ്പുറത്തെ പൂച്ചയ്ക്ക്. അള്ളാഹു ഹീമ നൽകുമാറാവട്ടെ. ശിഷ്യനെ മടിയായി ഉസ്താദിൻ്റെ കയ്യിലേക്ക് ആ ഭക്ഷണം തിരിച്ചു കൊടുക്കാൻ. ശിഷ്യനെ കൊണ്ട് എന്ത് ചെയ്തു? ഉപ്പും കൂട്ടിയൊക്കെ ഭക്ഷണം കഴിച്ചു. അവസാനം ആ കഴിച്ച് ഉപ്പ് തിന്നോ വെള്ളം കുടിക്കും, അല്ലേ? ഉപ്പ് തിന്നോ വെള്ളം കുടിക്കും. പ്രിയപ്പെട്ട ശിഷ്യനെന്റെ പ്രിയമുള്ളവരെ, ഉപ്പുള്ള ഭക്ഷണം കഴിക്കുകയാ. എന്നാ ശിഷ്യനെന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിയുമ്പോ ഉസ്താദിനോട് പടച്ചവനെ ചോദിക്കുകയാ, പ്രിയമുള്ള ഉസ്താദ് കുടിക്കാൻ വെള്ളം തരുമോ? പ്രിയമുള്ള ഉസ്താദേ കുടിക്കാൻ വെള്ളം തരുമോ? ദാഹിക്കുന്ന ഉസ്താദേ, വല്ലാത്ത ദാഹമാ. ഉസ്താദ് പറയുന്നു, ഇല്ല, വെള്ളം നിനക്ക് തരത്തില്ല, കുടിക്കാൻ വെള്ളം തരത്തില്ല. സുബ്ഹാന റബ്ബി. ഈ ശിഷ്യൻ ഇങ്ങനെ വല്ലാതെ ദാഹിച്ച് ഉസ്താദിനോട് വീണ്ടും ചോദിച്ചു, ഉസ്താദേ ഇത്തിരി കുടിക്കാൻ വെള്ളം എന്താ ഉസ്താദേ, ദാഹിക്കണം ഉസ്താദേ. ഉസ്താദ് പറഞ്ഞു, മോനെ നീ പോയി കിടന്നുറങ്ങ്, നിനക്ക് റസൂലുള്ളാഹിനെ കിനാവിലെ കാണാൻ കഴിയും. ഈ ശിഷ്യൻ നേരെ പോയി രാത്രി കിടന്നുറങ്ങി. തഹജ്ജുദിന്റെ സമയത്ത് എണ്ണീച്ചു, പള്ളിയിൽ പോയി നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു. ഉസ്താദിന്റെ ചാരത്ത് വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങളല്ലേ ഉസ്താദേ പറഞ്ഞേ ഉപ്പുള്ള ഭക്ഷണം തന്ന് അതിനാ കഴിച്ചു, വെള്ളം ചോദിച്ചപ്പോൾ നിങ്ങൾ വെള്ളവും നിന്നില്ല, നിങ്ങൾ റസൂലുള്ളാഹിനെ രാത്രി കിനാവില് കാണാൻ കഴിയുമെന്ന് എന്നോട് പറഞ്ഞില്ല ഉസ്താദേ? ഇന്നലെ റസൂലുള്ള എൻ്റെ കിനാവില് വന്നില്ല, ഇന്നലെ റസൂലുള്ള എൻ്റെ കിനാവില് വന്നില്ല ഉസ്താദേ. പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ചോദിച്ചു, മോനെ നീ എന്ത് സ്വപ്നം ഇന്നലെ രാത്രി കണ്ടേ? അതൊന്നും പറഞ്ഞേ. അല്ലെ, സ്വപ്നത്തിന് പരിധിയില്ല. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടന്മാരുടെ കൂടെ രാത്രി പോയിട്ടുണ്ടാവും, ചിലപ്പം കാമുകന്മാരുടെ ബക്കി കൂടെ കയറി ബംഗാളിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ടാവും, കാശ്മീർ പോയിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരണവരുണ്ടാവും. പ്രിയപ്പെട്ട ഉസ്താദ് ചോദിച്ചു, മോനെ എടാ നീ എൻ്റെ അരിമ ശിഷ്യനല്ലേടാ, നീ ആരെയാ ഇന്നലെ രാത്രി കിനാവില് കണ്ടേ? അപ്പോൾ ഈ ചെറുപ്പക്കാരനാകുന്ന ശിഷ്യൻ പറയും, ഉസ്താദേ ഞാൻ ഇന്നലെ രാത്രി കിനാവില് കണ്ടത് നല്ല മഴവെള്ളപ്പാച്ചിലാ ഉസ്താദേ, കിനാവില് കണ്ടത് നല്ല തിരമാല അടിക്കുന്ന നല്ല മനോഹരമാകുന്ന കടലാ ഉസ്താദേ കിനാവില് കണ്ടത്, നല്ല നദികളാ ഉസ്താദേ ഞാൻ കിനാവില് കണ്ടത്. ഉസ്താദ് പറഞ്ഞു, മോനെ എടാ നീ ഇന്നലെ ഉപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ട് ദാഹിച്ചു വലഞ്ഞു പോയല്ലോടാ നീ. ആ ദാഹിച്ചു വലഞ്ഞപ്പോ നീ രാത്രി കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നബിതങ്ങളെയല്ല, നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വെള്ളമായിരുന്നു. ആ വെള്ളത്തെ നീ ആഗ്രഹിച്ചത് കൊണ്ട് നീ രാത്രി കിനാവില് കണ്ടത് ആ വെള്ളവുമായി സംബന്ധിച്ചതാണ്. നീ റസൂലുള്ളാഹിനെ കിനാവില് കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നീ അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിനെ കിനാവില് കാണുമെന്ന് പറയുമ്പോൾ ഞാൻ ഈ 2 ചരിത്രങ്ങൾ ഒരുമിച്ച് പറഞ്ഞെന്തിനാ? അഭിലാഷം വേണം പ്രിയപ്പെട്ടവരെ, ആർത്തി വേണം പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് ഇങ്ങനെ വർദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ വർദ്ധിച്ചു അൽഹംദുലില്ലാഹ് ആ പ്രവാചകനെ കാണണമെന്ന് കിനാവില് വെച്ച് സൂറത്തുൽ കൗസർ ഓതിയാൽ അവർക്ക് ആരെ കിനാവില് കാണാൻ കഴിയും? റസൂലുള്ളാഹിനെ കിനാവില് കാണാൻ കഴിയും. ഞാനൊന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ ഓതൂലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുമിച്ച് ഇൻഷാ അല്ലാഹ്. മനോഹരമായ സദസ്സാൻ സൂറത്തുൽ കൗസർ. അറിയുന്നവർ ഇൻഷാ അല്ലാഹ് ഒന്ന് ആത്മാർത്ഥമായി ചൊല്ലി അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലിക്കോ. ഇന്നാ അഅതൈനാകൽ കൗസർ
ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു നീ കബൂലാക്ക റഹ്മാനെ, സ്വീകരിക്ക റഹ്മാനെ. റസൂലുള്ളാഹിനെ കിനാവിൽ കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ.